ടെലഗ്രാം മോർഫിംഗ് കേസിൽ പ്രതി നിതിൻ മോഹൻദാസ് ജാമ്യാപേക്ഷ സമർപ്പിക്കും. പരപ്പനങ്ങാടി കോടതിയിൽ നിന്ന് ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് മേൽക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. മാഹി പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങും. സോണൽ കൃഷ്ണ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. സോണൽ, ഓരോ ദിവസവും ഇയാളെക്കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ പരാതിയുമായി മുന്നോട്ട് വരുന്നുണ്ട്. അതിനിടയിൽ ഇയാൾ നടത്തുന്ന ശ്രമങ്ങൾ എന്തൊക്കെയാണ്? ഇയാളെ പൂട്ടാൻ, ഇയാൾക്കെതിരായിട്ടുള്ള എന്തൊക്കെ തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്? ഈ പരാതി നൽകിയ പെൺകുട്ടികളുടെ മൊഴിയെടുപ്പ്, മറ്റു വിവരങ്ങളൊക്കെ എങ്ങനെയാണ് സോണൽ? ഷിഹാസ്, പ്രധാനമായിട്ടുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഈ നിതിൻ മോഹൻദാസിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ മേൽക്കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സമാന രീതിയിൽ തന്നെയാണ് പോലീസിന്റെ ഒരു ഇടപെടൽ. അതായത് ഏതൊക്കെ വിധേന ഈ പ്രതിക്കെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ കഴിയുമോ അതെല്ലാം തന്നെ ശേഖരിക്കാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനമായി നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. കാരണം അന്വേഷണ സംഘത്തിൽ കൂടുതൽ സൈബർ വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. പല തോതിൽ, അതായത് പല പ്രദേശങ്ങളിലായി വീണ്ടും നിതിൻ മോഹൻദാസിനെതിരെ പരാതികൾ വരുന്നുണ്ട് എന്നുള്ളതും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. നിലവിലെ സാഹചര്യം അനുസരിച്ച് മാഹി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നിതിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോവുകയാണ്. അതിനുശേഷം വിശദമായി അവിടെ ചോദ്യം ചെയ്യും. മാഹി പോലീസിന്റെ കയ്യിലാണ് ഈ ക്രൈമുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് തെളിവുകൾ ഉള്ളത് എന്നത് ആ പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കിയതാണ്. എന്തായാലും രാമനാട്ടുകര സ്വദേശിയായിട്ടുള്ള യുവതിയുടെ പരാതിയിൽ പരപ്പനങ്ങാടി പോലീസ് ഈ മാഹി സ്വദേശിനിയെയും അതോടൊപ്പം അവരുടെ സഹോദരങ്ങളെയും മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച അവർ പരപ്പനങ്ങാടി സ്റ്റേഷനിലെത്തി മൊഴി നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് കൂടുതൽ വകുപ്പുകളൊക്കെ ചുമത്താനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗം. അതായത് താനൂർ, പരപ്പനങ്ങാടി, അതോടൊപ്പം കോഴിക്കോട് മാഹി സ്റ്റേഷനുകളിലാണ് നിലവിൽ പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും നിലവിൽ ടെലഗ്രാമിൽ നിന്ന് ലഭിച്ചിട്ടുള്ള തെളിവുകൾ ഭയാനകമാണ്. പലതരത്തിലുള്ള ഗ്രൂപ്പുകൾക്ക് ഉടമ അത് ഈ നിതിൻ മോഹൻദാസ് തന്നെയാണ്. ഇയാളുടെ പേരിലുള്ള 11ഓളം സിമ്മുകളുണ്ട് എന്നുള്ളതുൾപ്പെടെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം. എന്തായാലും ഇതിന് പുറകിൽ, അതായത് ഇത്തരമൊരു ക്രൈമിന് പുറകിൽ നിതിനല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു സംശയം കൂടി പോലീസിനുണ്ട്. ഇതെല്ലാം നിതിൻ ഒറ്റയ്ക്കാണോ ചെയ്തത് എന്നുള്ള സംശയം കൂടി പോലീസിനുണ്ട്. അങ്ങനെയെങ്കിൽ ആ പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ കൂടി കണ്ടെത്താനുള്ള ഒരു അന്വേഷണം അത് ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് സോണൽ, ഇയാളുടെ മനോനിലയുള്ള എല്ലാ ആളുകളെയും പോലീസ് സേന അല്ലെങ്കിൽ സൈബർ സംഘം ഉറപ്പായും പിന്തുടരേണ്ടതുണ്ട്. അവരെല്ലാം ഇത്തരത്തിൽ കുടുക്കേണ്ടതുണ്ട്. ഇയാളെക്കുറിച്ച് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം അത്രയേറെ ഞെട്ടിക്കുന്നതാണ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ കേട്ടതിനേക്കാൾ, അറിഞ്ഞതിനേക്കാൾ കൂടുതൽ വിവരങ്ങളായിരിക്കും ഈ പെൺകുട്ടികളുടെ മൊഴിയിലൂടെ ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ പോകുന്നത്.